പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. പഴയന്നൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നു. തിങ്കളാഴ്ച രാത്രി 11:15 കൂടിയാണ് പഴയന്നൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഗ്നിബാധ ഉണ്ടായത്. തീ പടർന്നത് പെട്രോൾ പമ്പിനരികിലുള്ള ട്രാൻസ്ഫോർമറിന് സമീപത്തു നിന്നുമായിരുന്നു. വൻ അഗ്നിബാധയെ തുടർന്ന് നാട്ടുകാർ ഫയർ സ്റ്റേഷനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ആലത്തൂർ ഫയർ സ്റ്റേഷൻ സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടി തീയണച്ചു. പഴയന്നൂർ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. തീ ആളിപ്പടർന്ന ഭാഗത്ത് കച്ചവടത്തിനായി സൂക്ഷിച്ചിരുന്ന നിരവധി സാധന സാമഗ്രികൾ കത്തിയമർന്നു. പച്ചക്കറികൾ, വിവിധ പഴങ്ങൾ, ജ്യൂസുകൾ, വെള്ളക്കുപ്പികൾ, വിനാഗിരിയിൽ മുക്കിയ നെല്ലിക്കയിട്ടുള്ള ഭരണികൾ, കൂടാതെ കച്ചവട കേന്ദ്രത്തിന്റെ മേൽക്കൂരയും തൂണുകളുമെല്ലാം കത്തിനശിച്ചു. കുടിവെള്ള കുപ്പികളും മറ്റു പാനീയങ്ങളും നാശമായി. സാധനങ്ങൾ തൂക്കിക്കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെയിറ്റിംഗ് മെഷീനുകൾ, വൈദ്യുതി ലൈറ്റുകൾ, പാത്രങ്ങൾ, സ്റ്റൗവുകൾ, ബാസ്ക്കറ്റുകൾ തുടങ്ങിയവയും നാശനഷ്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് ഫ്രിഡ്ജും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. കച്ചവട സ്ഥാപനത്തിന്റെ ഉടമയായ പഴയന്നൂർ കല്ലംകുളം സ്വദേശി CP സെയ്ദ് നാശനഷ്ടത്തെക്കുറിച്ച് ഏറെ വേദനയോടെ വിവരിക്കുന്നു. അഞ്ചു കൊല്ലായി ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് 10-40 കൊല്ലായി. പിന്നെ നമ്മളാകെ സുഖമില്ലാത്ത ആളാണ്, ചന്ദ്രമില്ല, ഓപ്പറേഷൻ ചെയ്തിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലും വീട്ടിൽ വെച്ചിട്ട് കുറേ തണ്ണിമത്തനും ചക്കയും മാങ്ങയും, എൻ്റെ കുറേ ചക്ക കംപ്ലീറ്റ് പോയി. ചക്ക പോയി, മാങ്ങ, തണ്ണിമത്തൻ ഒരു 10-25,000 ഉറുപ്പിക തണ്ണിമത്തൻ പോയി. 10-20 ഉറുപ്പിക, 10-15 ഉറുപ്പിക ചക്ക പോയി. പിന്നെ ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി അങ്ങനെ ആ ഐറ്റങ്ങൾ. പിന്നെ പച്ചക്കറി ഐറ്റം എന്ന് പറഞ്ഞാൽ സബോള, ഉള്ളി, പിന്നെ ചെറിയ ഉള്ളി, വലിയുള്ളി, സബോള, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, പിന്നെ എല്ലാ ഐറ്റങ്ങളും ആ മുന്തിരി കൊടുക്കുന്നത് ആ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഷെഡ് കെട്ടിണ്ടാക്കാൻ 10-60,000 ഉറുപ്പിക ചിലവാണ്. ആ ഷെഡ് കംപ്ലീറ്റ് പോയി. അതിലൊന്നുമില്ല. ഒക്കെ പെട്ടിയിൽ എല്ലാം പ്ലാസ്റ്റിക് പെട്ടി, അതൊക്കെ ഒക്കെ പോയി, എല്ലാം പോയി, ഒന്നുമില്ല. പ്ലാസ്റ്റിക് അതിന് പറഞ്ഞു 200 കിലോ പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി ഒക്കെ മാങ്ങ കയറ്റൊന്നും പിടിക്കുന്നതായിട്ടില്ല. അത് എല്ലാം പോയി. ഇനിയിപ്പോൾ ഒന്നും പോകാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞില്ല. കത്തി, കയറ്, ഒന്നുമില്ല. ഞാൻ കടം മേടിച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാരിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. 2.5 ലക്ഷത്തിൽ കൂടുതൽ അഗ്നിബാധ മൂലം നഷ്ടം വന്നതായി അദ്ദേഹം കണക്കാക്കി. വിവിധ കമ്പനികളുടെ കേബിളുകളും ഇന്റർനെറ്റ് കേബിളുകളും CCTV കേബിളുകളും കത്തിനശിച്ചിട്ടുണ്ട്. കൂടാതെ കേബിൾ TV നെറ്റ്വർക്കുകൾക്കും കേബിളുകൾ കത്തിനശിച്ചതുമൂലം വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. 50,000-ലധികം രൂപയുടെ നാശനഷ്ടമാണ് കേബിൾ TV മേഖലയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. KSEB ഉദ്യോഗസ്ഥർ, വിവിധ കേബിൾ TV ഓപ്പറേറ്റർമാർ, ടെക്നീഷ്യന്മാർ തുടങ്ങിയവർ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും ദൃശ്യമാധ്യമങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. CCV ന്യൂസ്, പഴയന്നൂർ.